ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് യുഎസിലേക്കുള്ള തപാൽ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചത് യുഎസിലെ ഇന്ത്യക്കാർക്ക് വലിയ തിരിച്ചടിയാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം ചെറുകിട കച്ചവടക്കാർക്കും സാധാരണക്കാർക്കും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 25 മുതലാണ് ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത്. യുഎസ് ഭരണകൂടം നടപ്പിലാക്കുന്ന പുതിയ നിയമങ്ങളെ തുടർന്നാണ് ചില തപാൽ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ നിർബന്ധിതമാക്കിയത്. ഇത് യുഎസിലെ ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നടപടിക്ക് കാരണം എന്താണെന്ന് നോക്കാം. അമേരിക്കയിലുള്ള ഇന്ത്യക്കാരുമായുള്ള ബന്ധം നിലനിർത്താൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അത്യാവശ്യ സാധനങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എന്നിവയെല്ലാം ഇതിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള യുഎസ് ഭരണകൂടം പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നതാണ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ നടപടിക്ക് കാരണം. യുഎസിലേക്ക് $800 വരെയുള്ള സാധനങ്ങൾ നികുതിയില്ലാതെ അയക്കുന്ന രീതിയാണ് ഭരണകൂടം അവസാനിപ്പിച്ചത്. ഓഗസ്റ്റ് 29 മുതൽ ഇന്ത്യയിൽ നിന്ന് യുഎസിലേക്ക് പോകുന്ന എല്ലാ സാധനങ്ങൾക്കും നികുതി നൽകേണ്ടി വരും. കത്തുകൾ, രേഖകൾ, $100 താഴെയുള്ള സമ്മാനങ്ങൾ എന്നിവയ്ക്ക് ഈ നിയമം ബാധകമല്ല. ഇതിനെല്ലാം ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവർ ആക്ട് അല്ലെങ്കിൽ IEEPA നിയമം ബാധകമാകും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം യുഎസിലെ ഇന്ത്യൻ സമൂഹത്തെ കാര്യമായി ബാധിക്കും. അവർക്ക് ഇന്ത്യയിൽ നിന്ന് മരുന്നുകൾ, ഉത്സവത്തിനുള്ള സമ്മാനങ്ങൾ, പലഹാരങ്ങൾ, പ്രധാനപ്പെട്ട രേഖകൾ എന്നിവയെല്ലാം അയക്കുന്നത് തടസ്സപ്പെടും. രക്ഷാബന്ധൻ, ദീപാവലി, ഈദ് തുടങ്ങിയ ആഘോഷ സമയങ്ങളിൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഈ സമയത്താണ് ആളുകൾ ധാരാളം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത്. അമേരിക്കയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴത്തെ തീരുമാനം ഇത് വലിയ തിരിച്ചടിയാണ്. അവർക്ക് അത്യാവശ്യ സാധനങ്ങളും രേഖകളും ഇന്ത്യയിൽ നിന്ന് വരുത്താൻ കഴിയില്ല. കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ അയക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സാധാരണക്കാർക്ക് വലിയ സഹായമാണ്. ഇന്ത്യ പോസ്റ്റ് വഴി 2 കിലോ സാധനം യുഎസിലേക്ക് അയക്കാൻ ഏകദേശം 2600 രൂപയാണ് ചെലവ്. എന്നാൽ സ്വകാര്യ കൊറിയർ സർവീസ് വഴി അയക്കുമ്പോൾ 9,000 രൂപ മുതൽ 18,000 രൂപ വരെ ചെലവ് വരും. ചെറിയ കച്ചവടക്കാർക്കും സ്വന്തമായി സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവർക്കും ഇത് താങ്ങാനാവില്ല. അവർ കരകൗശല വസ്തുക്കൾ പോലുള്ള യുഎസിലേക്ക് അയക്കുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴിയാണ്. പുതിയ നിയമം വന്നതോടെ അവരുടെ കച്ചവടം കുറയാൻ സാധ്യതയുണ്ട്. ഇന്ത്യ പോസ്റ്റ് വഴി ഏറ്റവും കൂടുതൽ സാധനങ്ങൾ അയക്കുന്നത് യുഎസിലേക്കാണെന്നാണ് അനൗദ്യോഗിക കണക്ക്. യുഎസിൻ്റെ ഈ മാറ്റത്തിന് കാരണം എന്താണെന്ന് നോക്കാം. വിദേശ ഓൺലൈൻ റീറ്റെയിലർമാർ നികുതി വെട്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് യുഎസ് ഭരണകൂടം ഈ നിയമം കൊണ്ടുവന്നത്. പുതിയ നിയമം അനുസരിച്ച് അമേരിക്കയിലേക്ക് വരുന്ന എല്ലാ പാഴ്സലുകൾക്കും നികുതി മുൻകൂട്ടി അടയ്ക്കണം, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ അടയ്ക്കേണ്ടി വരും. നികുതി എങ്ങനെ അടയ്ക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. നികുതി എങ്ങനെ കണക്കാക്കും, എങ്ങനെ അടയ്ക്കും എന്നതിനെക്കുറിച്ച് വിമാന കമ്പനികൾക്കും ഒരു വിവരവുമില്ലെന്ന് ഇന്ത്യൻ പോസ്റ്റൽ ഉദ്യോഗസ്ഥർ പറയുന്നു. യുഎസിൻ്റെ ഈ നടപടി ആഗോള പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പോസ്റ്റ് മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളും യുഎസിലേക്കുള്ള പോസ്റ്റൽ സർവീസുകൾ നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ വൈകാൻ സാധ്യതയുണ്ടെന്ന് അറിയിക്കുകയോ ചെയ്തിട്ടുണ്ട്. കൊറിയ, സിംഗപ്പൂർ, ഓസ്ട്രിയ, ബെൽജിയം, UK തുടങ്ങിയ രാജ്യങ്ങളും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നുണ്ട്. കേന്ദ്ര മന്ത്രാലയങ്ങളും അമേരിക്കൻ കസ്റ്റംസ് അധികാരികളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ എപ്പോൾ ഈ സേവനം പുനരാരംഭിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഇന്ത്യയും യുഎസും തമ്മിൽ ഒരു കരാറിൽ എത്തുന്നതുവരെ ഈ പ്രശ്നം തുടർന്നേക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.